ഞാൻ റിയാക്ട് പഠിച്ചാൽ മാത്രമേ ജോലി, ഞാൻ ആംഗുലർ പഠിച്ചാൽ മാത്രമേ ജോലി കിട്ടുള്ളൂ എന്ന്. അങ്ങനെയല്ല, നമുക്ക് ഏത് ടെക്നോളജി ആണെങ്കിലും അതിൽ നമ്മൾ ബെസ്റ്റ് ആവുക. അതിൽ ബെസ്റ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ജോലിക്ക് എടുക്കാൻ ആളാണ്. ചില ആൾക്കാരാണ് ഇനി ഫ്യൂച്ചർ മൊബൈലാണ് എന്ന് പറയുന്ന ഒരു ആൾക്കാരുണ്ട്. ഫ്യൂച്ചർ മൊബൈലാണ്, ഇനി വെബ് നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അത് ചെയ്യാതെ ഈ മൊബൈൽ ആപ്പ് എടുക്കുന്ന ആൾക്കാരും ഉണ്ട്. അവരുടെ വിഷൻ എന്താണെന്ന് അവർക്കും അറിയില്ല. അതെ അതെ അതെ. പിന്നെ ഏറ്റവും പഠിക്കാൻ എളുപ്പമുള്ള ലാംഗ്വേജ് പൈത്തൺ. ഓക്കെ, അങ്ങനെ കുറെ സംഭവമുണ്ട്. അപ്പൊ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ എനിക്കൊന്ന് സെയിൽസിന് വേണ്ടി ചെയ്യുന്ന ആൾക്കാർ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ അവര് കുറവുകൾ മറയ്ക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. നിങ്ങൾക്ക് അതേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരാണ്. പറഞ്ഞ പോലെ ഈ എല്ലാവർക്കും പ്ലേസ്മെന്റ് കിട്ടാന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അത് ആരും ട്രൈ ചെയ്യാത്ത കാര്യമാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളത് ട്രൈ ചെയ്യുമെന്ന് പറയുന്നത്. കാര്യം നമ്മള് അങ്ങനെ ഫിൽട്ടർ ചെയ്തിട്ടല്ലോ നമ്മൾ അഡ്മിഷൻ. അതെ, നമ്മളിവിടെ ഫിൽട്ടർ ചെയ്യുന്നില്ല, ആരെയും ഫിൽട്ടർ ചെയ്യുന്നില്ല. പിന്നെ മാക്സിമം നമ്മുടെ സ്റ്റാർട്ടപ്പിന്റെ ഗോൾ എന്ന് പറയുന്നത് ഇവിടെ പഠിക്കുന്ന ഓരോരുത്തർക്കും ജോലി എന്നുള്ളതാണ്. അതിൽ നമ്മൾ ഇനി എത്താൻ ബഹുദൂരം പോകേണ്ടിയിരിക്കുന്നു. പക്ഷെ അത് തന്നെ ആയിരിക്കും നമ്മൾ എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അസീം ഭായി, നമ്മുടെ 2025-26 നമ്മുടെ മെയിൻ ഫോക്കസ് എന്തൊക്കെയാണ്? അത് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള അല്ല, മെയിൻലി നമ്മൾ പേഴ്സണലൈസ്ഡ് ലേണിങ്ങിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഈ വരുന്ന സ്റ്റുഡൻസിന് അവർക്ക് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവരെ സെൻട്രിക് ആയിട്ട് വർക്ക് ചെയ്യുക. അവർക്ക് എന്താണോ വേണ്ടത്, ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ അവർക്ക് എന്താണോ വേണ്ടത്, ആ രീതിയിൽ നമ്മൾ സ്ട്രക്ചർ ചെയ്യുക. അതൊരു ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിരിക്കും ശരിക്കും പറയാം. ഇപ്പോഴത്തെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര പെട്ടെന്നുള്ള, അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ചേഞ്ചാണ്. ഇന്ന് ഒരു ടെക്നോളജിയാണ്, നാളെ അത് വേറെ രീതിയിലോട്ട് മാറും, അല്ലെങ്കിൽ ചെയ്യുന്ന രീതികൾ മാറും. അപ്പം അതിനെ ബേസ് ചെയ്ത് നമ്മൾ അഡാപ്റ്റ് ചെയ്യുക. അതുപോലെ ബെറ്റർ ആയിട്ടുള്ള ഒരു എന്താണ് ഒരു ഔട്ട്പുട്ട് ശരിക്കും പറഞ്ഞാൽ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ നമുക്ക് വിഷമമുണ്ടായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് നമുക്ക് ഓരോരുത്തർക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം എന്ന് പറയുന്നത് ഇവിടെ പഠിച്ച ഒരാൾക്ക് പ്ലേസ്മെൻറ്റ് കിട്ടാത്തപ്പോഴാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഏറ്റവും വിഷമമുണ്ടാകുന്ന സാഹചര്യം അതാണ്. അതായത് നമ്മുടെ ഇവിടെ ഇത്ര എഫേർട്ട് ഇട്ട് പഠിച്ച് ഒരാൾക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു വലിയ സങ്കടമാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ വർഷത്തെ ഫോക്കസ് ശരിക്കും പറഞ്ഞാൽ അതിലാണ്. അതായത് മാക്സിമം ഇവിടെ പഠിക്കുന്ന എല്ലാവർക്കും പ്ലേസ്മെൻറ്റ് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ മേജറായിട്ടുള്ളൊരു ഫോക്കസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ നമുക്കൊരു പെർസെൻറ്റേജ് വരെ ഹൈ ഇൻകം പ്ലേസ്മെൻറ്റ് വേണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. ശരിക്കും എന്താണ് ഒരു ഡെവലപ്പറിന് വേണ്ടതെന്നുള്ള കാര്യം നമുക്കറിയാം, എന്താണ് ഇൻഡസ്ട്രിക്ക് വേണ്ടതെന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ ഈ പറയുന്ന വരുന്ന സ്റ്റുഡൻസിന് ശരിക്കും പറഞ്ഞാൽ അത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു എന്താണെന്ന് പറയുന്നത് ഒരു വിഷൻ എന്ന് പറയുന്നത്. അത് മനസ്സിലായി ഉറപ്പായിട്ട് അവർക്ക് ജോലി കിട്ടും. പക്ഷെ പല ആൾക്കാരും അത് എങ്ങനെ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ അവർ എങ്ങനെ അത് മനസ്സിലാക്കി എടുക്കുന്നു എന്നുള്ളത് ഭയങ്കര എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത് പലരും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അതായത് ചില ആൾക്കാരെ പെട്ടെന്ന് തന്നെ ആ ഒരു അഡാപ്റ്റ് ചെയ്ത് പ്ലേസ്മെന്റ് ഗ്രൂവിലോട്ടെത്തും. പക്ഷെ ഈ പറയുന്ന ബാക്കിയുള്ള ആൾക്കാരെ എങ്ങനെ അതിലോട്ട് എത്തിക്കാം എന്നുള്ളതാണ് അതാണ് നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത്. അതെ, ഈ പറഞ്ഞ പോലെ ഈ എല്ലാവർക്കും പ്ലേസ്മെന്റ് കിട്ടാന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അത് ആരും ട്രൈ ചെയ്യാത്ത കാര്യമാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളത് ട്രൈ ചെയ്യുമെന്ന് പറയുന്നത്. കാര്യം നമ്മള് അങ്ങനെ ഫിൽട്ടർ ചെയ്തിട്ടല്ലോ നമ്മൾ അഡ്മിഷൻ. അതെ, നമ്മളിവിടെ ഫിൽട്ടർ ചെയ്യുന്നില്ല, ആരെയും ഫിൽട്ടർ ചെയ്യുന്നില്ല. അപ്പോ അല്ല, ഒരാൾ ആഗ്രഹത്തിന്റെ ബേസ് ചെയ്തിട്ടാണ് ഫിൽട്ടർ ചെയ്യുന്നില്ല എന്നുള്ള ആ ഒരു പോയിന്റ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ പല ആൾക്കാരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഏതെങ്കിലും ഒരു പോയിന്റ് ഒരു ഫിൽട്രേഷൻ പ്രോസസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ ചിന്തിക്കുമ്പോഴത്തേക്ക്, ഇപ്പൊ ഞാൻ പണ്ട് ഇപ്പോൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ള കാര്യം. ഫ്രണ്ട് എന്ന് വെച്ചാൽ എൻ്റെ കമ്പനിക്കകത്തുള്ള ഒരു ഫ്രണ്ട് തന്നെയാണ്. പുള്ളിക്കാരൻ പറഞ്ഞാൽ പുള്ളിക്കാരനാണ് ക്ലയൻറ്റിനെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അവർ ജപ്പാനിലുള്ള ഒരു മനുഷ്യനാണ്. അയാൾ റിട്ടയർ ആയതിനു ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ IT എന്ന് പറയുന്ന ഇൻഡസ്ട്രിക്കകത്തോട്ട് വരുന്നത്. അതുവരെ അയാളൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ എന്ന് വെച്ചാൽ പ്യുവർ മെക്കാനിക്കൽ എഞ്ചിനീയർ, പ്യുവറായിട്ട് അതിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. അയാൾ സ്വിച്ച് ചെയ്തു, IT-യിലോട്ട് വന്നു. അയാൾ പ്രോജക്ട്സ് മാനേജ് ചെയ്യുന്നുണ്ട്. അയാൾക്ക് ഡെവലപ്മെന്റ് അറിയാം, അയാൾക്ക് കോഡിങ് അറിയാം. സംസാരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടിലും പെർഫെക്റ്റ് ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് കാര്യങ്ങൾ വേണ്ടത്. അയാൾക്ക് ബെറ്റർ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അപ്പം അങ്ങനെ മാറാൻ പറ്റുമെങ്കിൽ ഈ പറയുന്ന ഓരോ ആൾക്കാർക്കും ശരിക്കും പറഞ്ഞാൽ മാറാൻ പറ്റും. അതെ,
ഇപ്പം പ്രോപ്പറായിട്ടൊരു താല്പര്യവും ആ ഒരു പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസും ആണ് വിഷൻ ഉണ്ടെങ്കിൽ മാറാൻ പറ്റും. അപ്പൊ അതാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഇപ്പോൾ അയാൾക്ക് 28 വയസ്സോ അല്ലെങ്കിൽ 35 വയസ്സോ എന്നുള്ള അയാളുടെ ആഗ്രഹമാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ എൻക്വയറി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എൻക്വയറി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, എനിക്ക് ജോലിക്കല്ല, എനിക്ക് പഠിക്കണം, എനിക്ക് ടെക്നോളജി എന്താണെന്ന് അറിയണം. ഇപ്പൊ ലാസ്റ്റ് ദിവസം ഞാൻ ഒരാൾക്ക് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഗവൺമെന്റ് ജോലിയാണ്, ഞാൻ എന്ത് ജോലിയാണെന്ന് പറയുന്നില്ല, ഒരു ബെറ്റർ ആയിട്ടുള്ള ജോലിയാണ്. അയാൾക്ക് ആ ജോലി പെട്ടെന്ന് താല്പര്യമൊന്നുമില്ല, പക്ഷെ എന്നാലും അയാൾക്ക് പഠിക്കണം. ഓക്കെ, അയാൾക്ക് IT എന്താണെന്ന് അറിയണം. അപ്പൊ ഇപ്പൊ ഇലോൺ മസ്കിനെ കാണുമ്പോഴത്തേക്ക് IT ആണ് ഫ്യൂച്ചർ. ഞാൻ പോയി എഴുതി വെച്ചെന്ന് വെച്ചാൽ എന്റെ ബുക്കിൽ എഴുതി വെച്ചാൽ ഇലോൺ മസ്കിനെ കണ്ടിട്ടാണ് ഇയാള് ഇത് പഠിക്കണമെന്ന് പറഞ്ഞത്. ഞാൻ ജസ്റ്റ് എഴുതി വെച്ച ഒരു കാര്യമാണ്. അപ്പൊ ഈ പറയുന്നത് പോലെ എല്ലാവർക്കും പഠിക്കാം, എല്ലാവർക്കും ഈ പറയുന്നത്, കാരണം ഫ്യൂച്ചർ ടെക്നോളജിയാണ്. അല്ലെങ്കിൽ ഫ്യൂച്ചർ ഈ പറയുന്നത് ഇപ്പൊ ChatGPT ആണെങ്കിൽ പോലും ടെക്നോളജിയിലാണ് വർക്ക് ചെയ്യുന്നത്. എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, ഇപ്പൊ തന്നെ ChatGPT തന്നെ ഒരു 10-12 ഇത് ഓൾട്ടർനേറ്റീവ്സ് വളരെ ഫാസ്റ്റ് ആയിട്ട്. ChatGPT ഇത്ര ഫേമസ് ആയതുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ ഒരുപാട് അല്ല, ChatGPT വരുന്നവരെ ഈ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. ChatGPT വന്ന് 1 വർഷത്തിനകത്താണ് ഈ പറയുന്നത്. അല്ല, ടെക്നോളജി അത്ര ഫാസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഷിജിന് കഴിഞ്ഞ ദിവസം ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഏതൊക്കെ ടൂൾസ് യൂസ് ചെയ്യാന്നുള്ളൊരു റിസർച്ച് നടത്തി. അതിൻ്റെ അകത്ത് തന്നെ ഒരു 10-25 ലിസ്റ്റ് നമുക്ക് കിട്ടിയായിരുന്നു. എല്ലാം സിമിലറാണ്. അതിൻ്റെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മറ്റതിലും ചെയ്യാൻ പറ്റും. ഓരോന്നിലും അതിൻ്റെതായ വ്യത്യാസം. അത് മെച്ചുവർ ആയിട്ടില്ല, ആൾക്കാർ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഏതാണ് ബെസ്റ്റ് എന്നുള്ളത് ആൾക്കാർ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഒരുപാട് ടൂൾസ് ഇങ്ങനെ വന്ന് നിൽക്കുന്ന, നമ്മളിപ്പം നോക്കുമ്പോൾ തന്നെ ഇത് ഏത് യൂസ് ചെയ്യണമെന്ന് നമുക്കും അറിയത്തില്ല. ഇന്നലെ നമ്മൾ റൺ ചെയ്ത് ഓർമ്മയുണ്ടോ? ഒരെണ്ണം ആദ്യം റിസൾട്ട് വന്നു, പക്ഷെ അത്ര ഓക്കെ അല്ല. രണ്ടാമത്തെ ഇത്തിരി സമയം എടുത്താണെങ്കിലും ഓക്കെ, മറ്റേത് ബെറ്റർ ആണ്. ഈ പറഞ്ഞാൽ ഇനി റിസർച്ച് ചെയ്തോണ്ടിരിക്കുക, നോക്കണം. അതെ, അപ്പൊ ടെക്നോളജി അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റുഡൻസിനെ എനേബിൾ ചെയ്യുന്നതും അത്രയും ഫാസ്റ്റർ ആക്കണം. പിന്നെ മാക്സിമം നമ്മുടെ സ്റ്റാക്കപ്പിന്റെ ഗോൾ എന്ന് പറയുന്നത് ഇവിടെ പഠിക്കുന്ന ഓരോരുത്തർക്കും ജോലി എന്നുള്ളതാണ്. അതിൽ നമ്മൾ ഇനി എത്താൻ ബഹുദൂരം പോകേണ്ടിയിരിക്കുന്നു. പക്ഷെ അത് തന്നെ ആയിരിക്കും നമ്മൾ എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ പോയിന്റ് വെച്ചാൽ ഈ ഫിൽട്രേഷൻ പ്രോസസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പം അവിടെ ഒരു ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും പല സ്പീഡിലായിരിക്കും പഠിക്കുന്നത്, പല ആൾക്കാരും മനസ്സിലാക്കുന്നത് പല രീതിയിൽ. അതാണ് ആചുമി പറഞ്ഞ ആഗ്രഹത്തിന്റെ ബേസിസിലാണ്. അതെ, അപ്പൊ ഈ ആഗ്രഹമുള്ള എല്ലാവരും ഭയങ്കര ടാലന്റഡ് ആവണമെന്നില്ല. ഓക്കെ, പക്ഷെ അവന് ആഗ്രഹമുണ്ട്, അധികം ആഗ്രഹമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടാലന്റ് വേണമെന്ന് ഇല്ലാത്ത കാര്യങ്ങളും ഉണ്ട് ഇതിനകത്ത്. അതെ അതെ അതെ, റൈറ്റ്. അല്ല, അതാണ് ഈ ആഗ്രഹമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാലന്റിന്റെ കാര്യം. നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആഗ്രഹത്തിനാണ്, അല്ലെങ്കിൽ അവിടെ നിൽക്കാനുള്ള ഒരു, എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റും, ഞാനിത് നേടും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണ് ശരിക്കും പറഞ്ഞത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. അതാണ് പറഞ്ഞത്, നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നു. അതായത് ഒരാൾ ആഗ്രഹമുണ്ട്, ഓക്കെ, അയാള് പഠിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അയാൾക്ക് ഏതിലാണ് ഫോക്കസ് കൂടുതലെന്നുള്ളത്. എല്ലാവർക്കും ഇന്ന ഡൊമൈൻ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ചില ആൾക്കാർ പറയും ഓക്കെ നിങ്ങൾക്ക് IT ബാക്ക്ഗ്രൗണ്ട് ഇല്ല, അങ്ങനെയാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ടെസ്റ്റിംഗിലോട്ട് പോകാൻ നിങ്ങൾക്ക് അതേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അത് ശരിക്കും IT-യിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെ ചിലപ്പോൾ പറയും ആ ഒരു രീതിയിൽ. അല്ല, എസ്പെഷ്യലി സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എപ്പോഴും കേൾക്കുന്ന കാര്യമാണ്. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, അത് എന്ത് രീതിയിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അല്ല കാരണം ഒരു പ്രോഡക്റ്റില് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫേസ് ആണ് ഈ ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മേ ബി ഡെവലപ്മെന്റിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ക്വാളിറ്റി അഷുറൻസ്. കാരണം ഒരു ബഗ് വന്ന് പ്രൊഡക്ഷനിൽ ഒരു ബഗ് വന്നെന്ന് പറഞ്ഞ് ഡെവലപ്പറിന്റെ ജോലി പോവില്ല, പക്ഷെ ടെസ്റ്ററിന്റെ ജോലി പോകും. ഓക്കെ, അപ്പൊ അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സാധനത്തിനാണ് ഇവരെല്ലാം ഭയങ്കര ഓക്കെ. നിങ്ങൾക്ക് IT ബാക്ക്ഗ്രൗണ്ട് ഇല്ല, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് വളരെ എളുപ്പം. ഓക്കെ, അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി കൊടുക്കുന്ന ഏറ്റവും വലിയൊരു മിസ്കോൺസെപ്ഷനാണ്. ചില ആൾക്കാർ പറയാറുണ്ട്, ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ ഇവരെ ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനെ കാട്ടിയും താഴെ താഴെയാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റേഴ്സ് എന്നുള്ള രീതി. അങ്ങനെയൊന്നും അത് ശരിക്കും തെറ്റായിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു ബെറ്റർ ഡെവലപ്പറാണ് ഒരു ബെറ്റർ ടെസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ സിനാരിയോസും അറിയാൻ പറ്റുന്ന ഒരാളായിരിക്കും. അതുപോലെ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് എടുത്തു കഴിയുമ്പോൾ ശരിക്കും ഇവർക്ക് എഞ്ചിനീയേഴ്സ് ആയിരുന്നാലും ഈ QA ടീം ആയിരുന്നാലും തുല്യമായിട്ട് നിൽക്കേണ്ട റോൾസ് ആണ്. അല്ലെങ്കിൽ ക്ലയന്റുമായിട്ട് കുറച്ചും കൂടെ ഇൻവോൾവ് ആവേണ്ട ആൾക്കാർ ഈ QA ടീം.
പക്ഷെ അതിനെയൊക്കെ നമ്മുടെ സൊസൈറ്റി നമ്മുടെ അല്ലെ സൊസൈറ്റി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് ഓക്കെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പം സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആണ്, എങ്ങനെയാണ് എളുപ്പം എളുപ്പമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറയുന്ന പോയിന്റ് എന്തായിരുന്നു? മറ്റേ ആഗ്രഹത്തിനെ ബേസ് ചെയ്ത് ആണ് നമ്മൾ ഇത് തീരുമാനിക്കേണ്ടത്, അല്ലാതെ മറ്റേ സൊസൈറ്റി തരുന്ന നോംസ് അല്ല. ഓക്കെ, സൊസൈറ്റി ഇപ്പൊ ഇന്നത് പറഞ്ഞ് ഇപ്പൊ ടെക്നോളജിയിൽ പറയുന്നുണ്ട്, അതായത് ഇപ്പം നിങ്ങൾക്ക് IT ബാക്ക്ഗ്രൗണ്ടിൽ ഫ്ലട്ടർ പഠിച്ചാൽ മതി. ഓക്കെ, ഫ്ലട്ടർ എളുപ്പമാണ്. ഓക്കെ, അങ്ങനെയല്ല നമ്മൾ ശരിക്കും നിനക്ക് അത് PHP ആയിരുന്നു, നിനക്ക് മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ് ആണ് ഇഷ്ടമെങ്കിൽ നീ ഫ്ലട്ടർ എടുക്ക്. ഇവര് നോക്കുന്നതേ സ്ക്രീനിന്റെ വലിപ്പമാണ്. മറ്റേ സീരിയസ്ലി കാര്യം ഇവര് ഇല്ലല്ല എനിക്ക് മൊബൈൽ മതി. ചില ആൾക്കാർ ഇനി ഫ്യൂച്ചർ മൊബൈലാണ് എന്ന് പറയുന്ന ഒരു ആൾക്കാരുണ്ട്. ഫ്യൂച്ചർ മൊബൈലാണ്, ഇനി വെബ് നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അത് ചെയ്യാതെ ഈ മൊബൈൽ ആപ്പ് എടുക്കുന്ന ആൾക്കാരും ഉണ്ട്. അവരുടെ വിഷൻ എന്താണെന്ന് അവർക്കും അറിയില്ല. അതെ 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 അതെ. അല്ല, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ കുറെ മിസ്കോൺസെപ്റ്റ്സ് ആണ് ഈ ആൾക്കാർ പറയുന്നത്. ഓക്കെ, നിനക്ക് IT ബാക്ക്ഗ്രൗണ്ട്, പിന്നെ ഏറ്റവും പഠിക്കാൻ എളുപ്പമുള്ള ലാംഗ്വേജ് പൈത്തൺ, ഓക്കെ, അങ്ങനെ കുറെ സംഭവമുണ്ട്. അപ്പൊ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ എനിക്കൊന്ന് സെയിൽസിന് വേണ്ടി ചെയ്യുന്ന ആൾക്കാർ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ അവര് കുറവുകൾ മറയ്ക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അപ്പൊ എന്താണെങ്കിലും അങ്ങനെയല്ല, ശരിക്കും നിനക്ക് ഏതാണോ ഇൻട്രസ്റ്റ് അത് പഠിക്കുക. അതെ, അല്ല ഇത് ശരിക്കും ഒരു ടൂളാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ടൂളിംഗ് പോലത്തെ ഒരു സാധനമല്ലേ ശരിക്കും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാ ലാംഗ്വേജും അതിൻ്റെതായ എന്തുണ്ട് അഡ്വാൻറ്റേജ്, അത് എവിടെ യൂസ് ചെയ്യണം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് ആർക്കിടെക്ചർ ആരെങ്കിലും ഡിസിഷൻ എടുക്കുന്നത്. പക്ഷെ ഒരു ഡെവലപ്പറിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയാവുന്ന ഒരാളെന്ന് പറഞ്ഞാൽ, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിനെ സംബന്ധിച്ചിടത്തോളം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ജസ്റ്റ് ഒരു ടൂൾ മാത്രമാണ്. അയാൾക്ക് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ചെയ്യാൻ പറ്റണം, ഏത് ആണോ പഠിക്കാൻ പറ്റണം, ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സെയിം തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള ഒരു കോഡ്, ഒരു പർട്ടിക്കുലർ അപ്രോച്ച്. ഇപ്പോൾ അതിനകത്ത് അപ്രോച്ചസ് ആണായിരിക്കും. ഇപ്പോൾ ഒന്ന് പ്രൊസീജിയറൽ ഓറിയൻറ്റഡ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ബേസ്ഡ് ലാംഗ്വേജ് ആയിരിക്കും, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിരിക്കും. ഇതെല്ലാം കോൺസെപ്റ്റ്സ് ആണ്. ഈ പല ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാലും ആ ലാംഗ്വേജിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാ കോൺസെപ്റ്റും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ലാംഗ്വേജസ് കാണൂല. ഓക്കെ, അപ്പോൾ എന്താണോ ആവശ്യം, എന്താണോ ഒരു പ്രോജക്റ്റിന് ആവശ്യം, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ടൂളിംഗ് ആയിരിക്കും ഓരോ കമ്പനീസും അല്ലെങ്കിൽ ഓരോ ആൾക്കാരും ചൂസ് ചെയ്യുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അത് ഡിസൈഡ് ചെയ്യുന്നത്. നമ്മളായാലും അങ്ങനെ തന്നെയല്ലേ. ഓക്കെ, എനിക്ക് ഒരു പുഷ് ബേസ്ഡ് അല്ലെങ്കിൽ റിയൽ ടൈം സാധനം വേണം, അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന നോഡായിരിക്കും ചൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള അങ്ങനത്തെ സാധനം ഉണ്ടെങ്കിൽ അത് എനിക്ക് അവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഇന്നെന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റ് തന്നെ മൾട്ടിപ്പിൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലായിരിക്കും റൺ ചെയ്യുന്നത്. അതെ, ഇപ്പോൾ ഫേസ്ബുക്ക് എടുത്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത് ഫേസ്ബുക്ക് C യൂസ് ചെയ്യുന്നുണ്ട്, PHP ആക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ പറയുന്ന മൾട്ടിപ്പിൾ ടെക്നോളജീസ് ഫ്രണ്ട് എൻഡിന് വേണ്ടി റിയാക്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ പ്രോജക്റ്റ്. അല്ല, എല്ലാം മൈക്രോ സർവീസ് ആർക്കിടെക്ചേഴ്സും അങ്ങനെ ഉള്ള കോൺസെപ്റ്റിലോട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ മുന്നേ ചെയ്തൊരു പ്രോജക്റ്റിൽ അവരെല്ലാം ജാവയിലാണ് ചെയ്യുന്നത്. പക്ഷെ അവർക്ക് ബാൻഡ് വിഡ്ത്ത് ഇല്ലാത്തതുകൊണ്ട് അവർ നമുക്കൊരു പ്രോജക്റ്റ് ഔട്ട്സോഴ്സ് ചെയ്തു. നമുക്ക് അവൈലബിൾ ആയിട്ട് ടീം PHP ആയിരുന്നു. നമ്മൾ നമ്മുടെ എൻഡ് പോയിന്റ്സ് എക്സ്പോസ് ചെയ്ത് PHPയിലാണ് എക്സ്പോസ് ചെയ്തത്. പക്ഷെ അവർക്കതൊരു പ്രശ്നമല്ല, അതൊരു IoT പ്രോജക്റ്റാണ്. അതിന് മൾട്ടിപ്പിൾ സർവീസസ് ഉണ്ട്. അതിലൊരു സർവീസ് ഏതൊരു ലാംഗ്വേജിൽ എഴുതി വെച്ചു. ഈ പറയുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളൊരു ടൂളിംഗ് ആയിട്ട് കാണുക, ആ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും. ഒരുപാട് ആൾക്കാർക്ക് അത് കൺഫ്യൂഷൻ ആണ്. റിയാക്ട് എടുക്കണം, ആംഗുലർ എടുക്കണം. അതെ, ഒരു സ്റ്റുഡന്റിന്റെ ഒരു കാര്യമാണ് കേട്ടോ. പുള്ളി ആംഗുലർ തന്നെ ചൂസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ റിയാക്ട് പഠിക്കണം. പുള്ളിക്ക് മനസ്സിലായി എന്താണെന്നുള്ള കാര്യം മനസ്സിലായി. ഓക്കെ, പക്ഷെ ഇത് നമുക്ക് ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം. ഓക്കെ, നമ്മൾ ഒരു ടെക്നോളജി ആദ്യം ഫോക്കസ് ചെയ്യും. ഓക്കെ, നമുക്ക് ബാക്കിയൊക്കെ നമുക്ക് എപ്പോഴും സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതെ, അല്ല ഈ എല്ലാവരും ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, ഓക്കെ ഞാൻ ഇത് പഠിച്ചാൽ മാത്രമേ എനിക്ക് ജോലി കിട്ടുള്ളൂ, ഇതാണ് ഏറ്റവും ഡിമാൻഡുള്ള സംഭവം, ഞാൻ റിയാക്ട് പഠിച്ചാൽ മാത്രമേ ജോലി കിട്ടുള്ളൂ, ഞാൻ ആംഗുലർ പഠിച്ചാൽ മാത്രമേ ജോലി കിട്ടുള്ളൂ എന്ന്. അങ്ങനെയല്ല, നമുക്ക് ഏത് ടെക്നോളജി ആണെങ്കിലും അതിൽ നമ്മൾ ബെസ്റ്റ് ആവുക. അതിൽ ബെസ്റ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ജോലിക്ക് എടുക്കാൻ ആൾ കാണും. ആ റിയാലിറ്റി ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ സ്റ്റുഡൻസ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇനി പഠിക്കാൻ പ്രോഗ്രാമിംഗ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ അത് മനസ്സിലാക്കണം. ഓക്കെ, ഇല്ല അത് എനിക്ക് തോന്നുന്നു നമ്മളിപ്പം ഗൂഗിൾ അല്ലെങ്കിൽ ChatGPT പോയിട്ട് ഒക്കെ വിച്ച് ഇസ് ബെസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ അതിന്റെ പല സജഷൻസും. അതാണ് ബെസ്റ്റ് എന്നുള്ള രീതിയിൽ നോക്കി ചെയ്തു കഴിഞ്ഞാൽ
അല്ല അതിൽ പറയുന്ന പോലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റൺ ചെയ്യുന്ന പ്രോജക്റ്റ് നോക്കിയിട്ട് അതായിരിക്കും ഫസ്റ്റ് പറയുന്നത്. അതെ അതെ. അല്ല മേ ബി നമ്മൾ അതാണ് പറഞ്ഞത്, നമ്മളപ്പോ ബ്രെയിൻ സ്റ്റോം ചെയ്യണം. അതിന്റെ അത് കൂടുതൽ ചോദ്യം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, ഓക്കെ ഇത് എന്തുകൊണ്ട് ഇത് വരുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള ആൻസർ കിട്ടുമായിരിക്കും. ഇപ്പോഴത്തെ ഇത് ഇൻഡസ്ട്രിക്കകത്തുള്ള അടിയാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ റസ്റ്റ് യൂസ് ചെയ്യണോ അല്ലെങ്കിൽ ഗോ ലാംഗ്വേജ് ആണ് ഇപ്പം മെയിൻലി നടക്കുന്ന ഒരു സാധനമാണ്. ഏറ്റവും പെർഫോമന്റ് ആയിട്ടുള്ള സാധനം ഏതാണ്, റസ്റ്റ് ആണോ ഗോ ആണോ എന്നുള്ളത്. ഇപ്പൊ മൈക്രോസോഫ്റ്റ് തന്നെ ടൈപ്പ് സ്ക്രിപ്റ്റിന്റെ കമ്പൈലറോ അല്ല ആ ഒരു ട്രാൻസ്പൈലർ റീബിൽഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തത് ഗോ ആണ്. അപ്പൊ എന്തുകൊണ്ട് ഗോ യൂസ് ചെയ്തു, റസ്റ്റ് യൂസ് ചെയ്തൂടെ? ഓക്കെ, ഗോ എന്ന് പറയുന്ന ലാംഗ്വേജ് ഗൂഗിൾ ഉണ്ടാക്കിയ സാധനമാണ്, അതെന്തിനു യൂസ് ചെയ്തു. പക്ഷെ ആ യൂസ് കേസിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഏതായിരുന്നു, ഗോ ആയിരുന്നു. അതുകൊണ്ടാണ് അവരത് യൂസ് ചെയ്തത്. ഓക്കെ, അപ്പൊ എന്താണോ കറക്റ്റ് ആയിട്ടുള്ള സാധനം അത് യൂസ് ചെയ്യുക. ഡാറ്റാബേസ് യൂസ് ചെയ്യണമെന്ന് പ്രോജക്റ്റ് തോന്നല്ലേ? അല്ല അത് യൂസ് ചെയ്യാം, അല്ലല്ല ഇത് യൂസ് ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് പറയുന്ന പോലെ. ഓക്കെ, അപ്പൊ ഷിജിനെ ഈ വർഷത്തെ പ്ലാൻസ് എന്താണ്? ഷിജിന്റെ സൈഡിൽ നിന്ന്, ഓപ്പറേഷൻ സൈഡിൽ നിന്ന്. ഓപ്പറേഷൻ സൈഡിൽ എനിക്ക് വലിയ ഒരുപാട് പ്ലാനുകളുണ്ട്. അപ്പം അതിൽ എനിക്ക് മെയിനായിട്ട് വരുന്ന സ്റ്റുഡൻസ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് അവർ എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻജോയ് ചെയ്ത് പഠിച്ചെങ്കിൽ ഈ ഫീൽഡ് മീൻസ് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, ഞാൻ ഒരിക്കലും ഇതൊരു എന്താണ് ക്യാഷ് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു ജോലി എന്നുള്ളത് മാത്രമല്ല, ഒരു പാഷനോട് കൂടി കാണുന്ന ഒരു ഇതായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അവർക്ക് എൻജോയ് ചെയ്ത് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. അവർക്ക് എന്ത് ടെക്നോളജി അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് വരണം. ഓക്കെ, ഈ പറഞ്ഞതുപോലെ ഒരു പ്ലേസ്ഡ് ആവണം. ഓക്കെ, അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്തുള്ള പ്രോസസ്സ് ഇപ്പോൾ ഒരെണ്ണം ഞാൻ ഡിസൈഡ് ചെയ്യുമായിരിക്കും. ഓക്കെ, മേ ബി അത് എന്തെങ്കിലും അതിൽ പ്രശ്നങ്ങൾ വരാം, മീൻസ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാം. പ്രശ്നങ്ങളെന്ന് ഞാൻ പറയുന്നില്ല, ഒരു കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ടൈമിൽ ഞാൻ അതിനെ മാറ്റും. ഞാൻ അതിന്റെ എൻ സൈഡ് നോക്കുന്നില്ല, മീൻസ് എപ്പോൾ പ്രശ്നം വരുന്നോ അപ്പൊ ഞാൻ അത് മാറ്റും. അല്ലെങ്കിൽ അതെ അങ്ങനെ ആയിരിക്കും എന്നെ ചെയ്യുന്നത്. കാര്യം അതായിരിക്കണം വേണ്ടത്. കാര്യം എനിക്ക് അതാണ് തോന്നുന്നത്. പെട്ടെന്ന് നമുക്ക് ഡിസിഷൻ എടുത്ത് ഓക്കെ ഇല്ലല്ല അവരവിടെ സ്റ്റക്കാണ്, സോ അവർക്ക് വേണ്ട ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം മേ ബി ഇതായിരിക്കാം എന്നുള്ള രീതിയിൽ പെട്ടെന്ന് അവരെ ആ ഒരു ബ്ലോക്കിങ്സ് ഒഴിവാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതായത് എൻജോയ് ചെയ്ത് അവർക്ക് പഠിക്കാൻ പറ്റണം എന്നുള്ള ഇന്ന് ഉറപ്പായിട്ട് ഈ പറഞ്ഞതുപോലെ ആ പ്ലേസ്മെന്റ് നമുക്ക് കിട്ടും. ഓക്കെ, അതാണ് എൻ്റെ ഒരു. കാരണം എത്ര സ്പീഡിൽ ടെക്നോളജി ഇവോൾവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പല ആൾക്കാരും മുന്നേ ഇപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഡോക്കർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇല്ല, അല്ലെങ്കിൽ മൈക്രോ സർവീസസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇല്ല. ഇപ്പം പലപ്പോഴും പല ആൾക്കാരും പല പ്രോജക്ട്സും ശരിക്കും പറഞ്ഞാൽ ആ ഒരു ആർക്കിടെക്ചറിലോട്ടൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം ഡെവോപ്സ് എന്ന് പറയുന്ന സാധനം തന്നെ എന്താണ് ഓപ്പറേഷൻസിൻ്റെ എന്ന് പറയുന്നത് മാറി ഡെവലപ്മെൻറ്റിൻ്റെ കൂടെ ചേർന്നാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പല കമ്പനീസും പല പ്രോജക്ട്സും ചെയ്യുന്ന സമയത്ത് ഇത് അവർ ചോദിക്കും, ഓക്കെ ഇതിൽ എക്സ്പീരിയൻസ് ഉണ്ടോ, ഇത് കേട്ടെങ്കിലും ഉണ്ടോ അറ്റ്ലീസ്റ്റ് എന്നുള്ള ഒരു ഐഡിയ, എങ്കിൽ മാത്രമേ ഇവർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡോക്കറൈസ് ചെയ്യണം, അല്ലെങ്കിൽ മിക്കവാറും ഉള്ള കാര്യങ്ങളെല്ലാം ഡോക്കറൈസ് ചെയ്തോ അല്ലെങ്കിൽ കണ്ടെയ്നറൈസ് ചെയ്തൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അല്ലെങ്കിൽ AWS എന്ന് പറയുന്ന ഒരു ഇൻഫ്രയിലായിരിക്കും, ക്ലൗഡ് ഇൻഫ്രയിലായിരിക്കും അവർ ഡിപ്ലോയ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അഷ്വറിലായിരിക്കും, ഏതെങ്കിലും ഒരു ക്ലൗഡിലായിരിക്കും ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച് അറിയാമോ? ഇപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു എഞ്ചിനീയറിനെ എടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പം അതും മേ ബി നമ്മുടെ ഇതിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. നമ്മളിപ്പോൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരും നമ്മൾ പ്രോജക്റ്റ് ചെയ്ത് ഇറങ്ങുന്ന ആൾക്കാർ ഡിപ്ലോയ് ചെയ്യുന്ന സമയത്ത് അവർ മൈക്രോ സർവീസ് ആർക്കിടെക്ചറിലോ അല്ലെങ്കിൽ മൈക്രോ സർവീസ് രീതിയിൽ ഡിപ്ലോയ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അവർ തന്നെ ഇങ്ങോട്ട് വരാറുണ്ട്, ഓക്കെ ഇങ്ങനെ ചെയ്യാമോ. അപ്പം നമ്മൾ അവരെ പ്രൊമോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ആ രീതിയിൽ ചെയ്യും, നിങ്ങൾക്ക് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. അത് തന്നെയാണ് ഷിജിൻ പറഞ്ഞത്. അപ്പം നമുക്ക് അജൈലായിട്ട് ഇപ്പം ഈ ഒരു പ്രോസസ്സ് ഒരു പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു മാത്രമല്ല, അവർക്ക് നമ്മൾ വിട്ടുകൊടുക്കുകയാണ് വിത്ത് ഗൈഡൻസ്. ഓക്കെ, അവർ എക്സ്പ്ലോർ ചെയ്യണം, അവർ എക്സ്പ്ലോർ ചെയ്തിട്ട് ഇങ്ങോട്ട് വരികയാണ്. ഓക്കെ, എക്സ്പ്ലോർ ചെയ്തിട്ട് പറയും ചില ആൾക്കാർക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ബാൻഡ് വിഡ്ത്ത് ഒന്നും ഉണ്ടാവില്ല, അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ. ചിലപ്പോൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ അടുത്ത് പറയും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യും. അവർക്ക് നമ്മൾ പറയും ഓക്കെ ഇത് ചെയ്താൽ ബെറ്റർ ആയിരിക്കും, ഈ കാര്യങ്ങൾ വേണം, ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയാൽ നിനക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ല ഒരു മറ്റേ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ചട്ടക്കൂടല്ല. അല്ലല്ല. ഓക്കെ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം. ഓരോ സ്റ്റുഡന്റിനെ ബേസ് ചെയ്ത് നമ്മൾ അഡാപ്റ്റ് ചെയ്യും. അതെ, ഓക്കെ. കാര്യം അല്ലെങ്കിൽ ഒരു
ഉറപ്പായിട്ട് അവിടെ സ്റ്റക്ക് ആവും. ഓക്കെ, അവര് തന്നെ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഫീൽഡ് ഓക്കെ, അവർക്ക് വെറുപ്പ് പോകും. അതായത് എല്ലാ സ്റ്റുഡൻസിനും വേണ്ടി നമുക്ക് ഒറ്റ ഒരു രീതി സെറ്റ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പൊ നമുക്ക് ശരിക്കും നമ്മുടെ ലോഗോ ഡിനോട്ട് ചെയ്യുന്ന പോലെ ഓരോ സ്റ്റുഡന്റും ഡിഫറെന്റ് ആണ്. അപ്പൊ അതേപോലെ ഓരോ സ്റ്റുഡന്റിനും വേണ്ടത് ഡിഫറെന്റ് മെത്തേഡ് ആയിരിക്കും, ഡിഫറെന്റ് രീതികളായിരിക്കും. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മോഡൽ നമ്മള് കോഡിംഗ് സ്റ്റൈലും അല്ലേ ചെയ്യുന്ന പോലെ. അതെ, ശരിക്കും ജിന്നു സജസ്റ്റ് ചെയ്തൊരു സംഭവമില്ലേ, അതായത് ഇപ്പം പലപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മളൊരു ഡമ്മി പ്രോജക്റ്റിലായിരിക്കും ശരിക്കും പറഞ്ഞാൽ പല സ്റ്റുഡൻസും ഇപ്പോഴും കറന്റ് വർക്ക് ചെയ്യുന്നത്. ഡമ്മി എന്ന് പറയാൻ പറ്റില്ല, അതിനകത്ത് എല്ലാ ആസ്പെക്ട്സ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത പ്രോജക്റ്റിന്റെ ഒരു ക്ലോണൊക്കെ ആയിരിക്കും, ചെക്ക് ലിസ്റ്റ് ഒക്കെ. പക്ഷേ സ്റ്റിൽ അതൊരു ഇൻഡസ്ട്രി ഒരു ലൈവ് പ്രോജക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ലൈവ് പ്രോജക്റ്റ് അല്ല. ഇപ്പൊ അവർക്കൊരു എക്സ്പോഷർ കിട്ടുന്നുണ്ട്, നമ്മൾ പറയുന്നുണ്ട് ഇല്ല ഇന്ന കാര്യങ്ങൾ ആഡ് ചെയ്യണം, അപ്പോഴാണ് അവർ ചിന്തിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ കൂടെ വേണമല്ലേ എന്ന് ചിന്തിക്കുന്നത്. ഇപ്പൊ ജിനു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് ലൈവ് പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുത്തൂടെ, ഓക്കെ, അല്ലെങ്കിൽ അവർ തന്നെ ഒരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്തുകൂടെ. ഓക്കെ, ഇപ്പം പല രീതിയിൽ അതിനെ വർക്ക് ചെയ്യാം. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിനെ വർക്ക് ചെയ്യാമെന്നൊരു പ്ലാൻ ഉണ്ട്. എക്സാക്ട്ലി സ്റ്റുഡൻസിന് ലൈവ് പ്രോജക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലിലോട്ട് നമുക്ക് സ്റ്റാക്കപ്പിനെ കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പം അതിനകത്ത് തന്നെ ഓൺട്രപ്രണറിയൽ മൈൻഡ് സെറ്റ് ഉള്ള സ്റ്റുഡൻസ് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവർ പഠിക്കാൻ വരുന്നത് തന്നെ ഒരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഒരു പ്രോഡക്റ്റ് റെഡി ആയിട്ട് പോകാൻ പറ്റും. അപ്പം അത് അങ്ങനെയുള്ള ഒരു രീതിയിലായിരിക്കും നമ്മുടെ തോട്ട് പ്രോസസ്. ഈ ഒരു വർഷം നമ്മൾ മറ്റേന്ന് പറയുമ്പോൾ ഒരു ജോലിക്ക് കയറാൻ വേണ്ടി ഒരു എന്താ പോർട്ട്ഫോളിയോ ഉണ്ടാക്കി വെക്കുന്നത് പോലെ മറ്റേന്ന് പറയാൻ റിയൽ പ്രോജക്റ്റ് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് വർക്ക് ചെയ്യുമ്പോഴേ ശരിക്കുള്ള ഇഷ്യൂസ് മനസ്സിലാവും. അതെ, അപ്പോഴാണ് ഇഷ്യൂസ് അറിയാൻ തുടങ്ങുന്നത്. ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പ്രോഗ്രാമിങ്, നമ്മളിപ്പോൾ പറയുന്ന പ്രോഗ്രാമിംഗ് ആണ് അവർ ട്രൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്ത് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പ്രോഡക്റ്റ് ആരോ ഒരു ഐഡിയ ഉണ്ടാക്കി ഐഡിയ വെച്ചിട്ട് ഇവർ പ്രോഗ്രാം ചെയ്ത് തുടങ്ങി. ഇപ്പം ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ അവർക്ക്? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഡിവോപ്സ് എല്ലാം ക്ലോസ് ആകുമ്പോഴത്തേക്ക് അല്ല ഈ പറയുന്ന ഇതിനകത്ത് ക്ലോസറായിട്ട് വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റിലാണ് മിക്കവാറും ഉള്ള ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് എല്ലാ ആസ്പെക്റ്റും അവർ കവർ ചെയ്യുന്നുണ്ട്. അപ്പം ഈ പറയുന്നത് പോലെ എല്ലാ ആസ്പെക്റ്റും കവർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റിൽ ഈ പറയുന്ന ആൾക്കാർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പ്രോഡക്റ്റ് എഞ്ചിനീയറിങ്ങും ഇതും രണ്ടാണ്. ഒരു പാർട്ട് കൊടുത്തിട്ട് ചെയ്യുന്നതും ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു ഐഡിയ മനസ്സിലാക്കി അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നതും ശരിക്കും പറഞ്ഞാൽ രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമല്ലേ. അതിലായിരിക്കും അവർ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡിങ് അവർക്ക് ഉണ്ടാകാൻ പോകുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടിൽ എനിക്കൊരു ഇത് കിട്ടി, എനിക്കൊരു ലിങ്ക് ലിസ്റ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ക്യൂ മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടാക്കണം എന്നുള്ളൊരു സാധനം കൊടുത്തിട്ട് ആ ഒരു മോഡ്യൂൾ മാത്രം അവർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവരടുത്ത അതിനകത്തോട്ട് പോകും. അത് കഴിഞ്ഞ് വേറെ സാധനം എടുക്കും. ആ ഒരു പ്രോസസ്സിൽ അവർ വലുതായി അല്ലെങ്കിൽ ഈ പറയുന്ന എൻ്റയർ സിസ്റ്റം മനസ്സിലാക്കി വരാനായിട്ട് അല്ലെങ്കിൽ പ്രോബ്ലംസ് മനസ്സിലാക്കി വരാനായിട്ട് കുറേ വർഷങ്ങളും അല്ലെങ്കിൽ കുറേ കാലഘട്ടം എടുക്കും. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടെക്നോളജിയിൽ മാത്രമായിരിക്കും അവർ വർക്ക് ചെയ്യും. പ്രോഡക്റ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു ആ ടീം എത്രത്തോളം ചെറുതാവുന്നു അത്രത്തോളം ഒരു അണ്ടർസ്റ്റാൻഡിങ്, എത്രത്തോളം ഒരു എക്സ്പോഷറും കൂടെ വലിയ അംബിഷ്യസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതെ, അപ്പൊ അതിനുവേണ്ടി ശരിക്കും പറഞ്ഞാൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെ ചെയ്യാൻ പറ്റും, അത് നമ്മൾ ഇനിയും കുറെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഫിഗർ ഔട്ട് ചെയ്യാനുണ്ട്. ബട്ട് ഐ തിങ്ക് ഈ വർഷം കൊണ്ട് നമ്മളത് ഫിഗർ ഔട്ട് ചെയ്ത് അതിൻ്റെ അകത്തൊരു റിസൾട്ട്സ് ഉറപ്പായിട്ട് കൊണ്ടുവരാൻ പറ്റും. അല്ല, അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു നെഗറ്റീവായിട്ട് നെഗറ്റീവല്ല, നമ്മൾ ചിന്തിക്കുന്ന നെഗറ്റീവല്ല, പക്ഷെ ആൾക്കാരെ നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ഇത് വെച്ചിട്ട് നമ്മൾ പൈസ ഉണ്ടാക്കാനായിട്ട് അവരെ കൊണ്ട് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞത് ആ ഒരു ആസ്പെക്ട് ശരിക്കും ഞാൻ പറയട്ടെ. ഇല്ല, നമുക്ക് ഒബ്വിയസ്ലി അറിയാം സ്റ്റുഡൻസിന് ഫൈനലി അവര് ഗെയിൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് പിന്നെ നമ്മൾ പറയുന്നില്ല, ഇപ്പൊ സ്റ്റുഡൻസ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് അവരെ സ്വന്തമല്ലേ. അപ്പൊ അങ്ങനെ ഓണ്ടർപ്രീനിയറൽ മൈൻഡ് സെറ്റോടെ വന്ന് ക്രിയേറ്റ് ചെയ്യുന്ന സാധനം അതിന്റെ ഓണർഷിപ്പ് നമ്മൾ എടുക്കുന്നില്ലല്ലോ. അപ്പത്തേക്ക് അതിന്റെ അകത്ത് വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഓണ്ടർപ്രീനിയർഷിപ്പ് മൈൻഡ് സെറ്റ് ഇല്ലാത്ത കുട്ടികൾക്ക് എന്തെങ്കിലും ലൈവ് പ്രോജക്റ്റിൽ ചെയ്ത് പഠിക്കാനാണ് നമ്മളത് കൊണ്ടുവരുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് നമ്മുടെ അപ്രോച്ച് എനിക്ക് തോന്നുന്നത് നമ്മൾ ഡിസൈഡ് ചെയ്തെന്ന് പറയുന്നത് അതിന്ന് ഫിനാൻഷ്യൽ എന്തെങ്കിലും സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അത് സ്റ്റുഡൻസിന് ഷെയർ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം. അങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇത് എങ്ങനെ വർക്ക് ഇപ്പോഴും നമ്മളത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സോ എങ്ങനെയാണത് അതെ അതെങ്ങനെയാണ് അതിനെ ഒരു ഫൈനൽ ഷേപ്പിലോട്ട് എത്തിക്കുന്നതെന്ന് നമ്മളിപ്പോഴും ഫിഗർ ഔട്ട് ചെയ്യുന്നേ ഉള്ളൂ അല്ലേ. അപ്പൊ ജിനു, നമ്മുടെ പ്ലേസ്മെന്റിൽ എന്തൊക്കെയാണ് ഈ വർഷത്തെ പ്ലാൻസ്? ഓക്കെ, നമ്മൾ പറഞ്ഞതുപോലെ ഈ നമ്മുടെ സ്റ്റാക്കപ്പിൽ ജോയിൻ ചെയ്ത എല്ലാ സ്റ്റുഡൻസിനും പ്ലേസ്മെന്റ്സ്
കൊടുക്കാമെന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. അത് എത്രത്തോളം സക്സസ്ഫുൾ ആവും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇവിടെ ഉള്ള എല്ലാവർക്കും ജോലി കിട്ടണം എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കമ്പനീസുമായിട്ടൊക്കെ ടൈപ്പ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ കുറച്ച് ഇൻ്റർവ്യൂസും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാനും നോക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ മോസ്റ്റ് പ്രോബബ്ലി എല്ലാവർക്കും പ്ലേസ്മെൻറ്റ്സ് കിട്ടട്ടെ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അടിപൊളി. അപ്പോൾ ഫോക്സ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ ഇന്ന് നമ്മൾ കവർ ചെയ്തതെന്ന് പറയുന്നത് സ്റ്റാക്കപ്പിൽ നമ്മൾ സ്റ്റാക്കപ്പിൻ്റെ ഒരു ഒറിജിൻ സ്റ്റോറി, എങ്ങനെയാണ് സ്റ്റാക്കപ്പ് ഫോം ചെയ്തതെന്നും അതേപോലെ ഈ വർഷങ്ങൾ കടന്നു പോയപ്പോൾ എങ്ങനെയാണ് സ്റ്റാക്കപ്പിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നതെന്നും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അതേപോലെ ഈ വർഷം സ്റ്റാക്കപ്പിൽ നമ്മൾ എന്താണ് അച്ചീവ് ചെയ്യാൻ പോകുന്നതെന്നും ഉള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കിയത്. അപ്പോൾ നമുക്ക് അടുത്ത മാസം ഇതിൻ്റെയൊക്കെ ഒരു അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.